റീത്തയുടെ മുൻപിൽ വെച്ച് അലീനയെ ഉമ്മ വെച്ച് എൽസ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പയിൽ നമുക്ക് ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി എപ്പിസോഡുകളാണ് എന്ന് കാണാം. അതായത് എൽസമ്മ റീത്തയുടെ കാലുവാരുന്നൊരു കാഴ്ചയാണ് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എപ്പിസോഡിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാൻലി അലീനയോട് അപ്പച്ചനോടും മുൻപിൽ പരാജയം എന്ന് പറയുകയാണ്. താൻ പരാജയപ്പെട്ടു, നിങ്ങൾക്ക് മുൻപിൽ ഇനി തനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് തനിക്ക് മനസ്സിലായി എന്ന് സ്റ്റാൻലി പറയുകയാണ്. ഇതേ സമയം അലീന നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, പപ്പയെ പരാജയപ്പെടുത്തണമെന്നതല്ല ഞങ്ങളുടെ ആഗ്രഹം, പപ്പയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പപ്പ, ഞങ്ങൾക്ക് പപ്പയെ യാതൊരു മാറ്റവും വരുത്താതെ ഇങ്ങനെ മുന്നോട്ട് വിട്ട് കഴിഞ്ഞാൽ പപ്പയുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പപ്പയ്ക്കത് തരണം ചെയ്യാനും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും പപ്പയ്ക്ക് അറിയില്ല. ആരെയും വേദനിപ്പിക്കാതെ പപ്പയ്ക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ പപ്പയെ ഒന്ന് മാറ്റണമെന്നേ ചിന്തിച്ചുള്ളൂ, പപ്പയെ തോൽപ്പിക്കണമെന്നല്ല ചിന്തിച്ചത്. ഞങ്ങളുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു എന്ന് പറയുന്നു. അതിനായിട്ടാണ് വല്യപ്പച്ചൻ തൻ്റെ കൂടെ നിന്നതെന്ന് പറയുന്നു. പപ്പയെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം, അത്രമാത്രമേ ഉള്ളൂ എന്ന് അലീന തുറന്നു പറയുകയാണ്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഔദക്കുട്ടിയും സ്റ്റാൻലിയും കൂടാതെ അലീനയും ചേർന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ മാറ്റത്തിൻ്റെ തുടക്കം എന്നെ നമ്മുടെ അലീനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അലീന സ്റ്റാൻലി പപ്പയുടെ മാറ്റത്തെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമാവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീന അത് കഴിച്ച് അങ്ങനെ നിൽക്കാതെ സ്റ്റാലിൻ രണ്ടാമത്തെ സർപ്രൈസ് കൊടുക്കുകയാണ്. എൻ്റെ മകളെ നീ അനുസരിക്കണം പൗലോസേ, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറയുന്നു. നിനക്ക് സ്വയമേ പോകണമെങ്കിൽ പോകാമെന്നും പറയുന്നു. ഞാൻ നിന്നെ തടയില്ല എന്ന് പറയുന്നു. നീ പറയുന്നതൊന്നും ഇനി കേൾക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ കേണൽ സാറേ ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് നമ്മുടെ പൗലോസിന് നല്ല അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേണൽ സാബും അവളുടെ കൂടെ പോയി അവൾക്ക് അധികാരം കൊടുത്തത് പൗലോസിൽ ഒരു അസൂയ ജനിപ്പിക്കുന്നുണ്ട്. പൗലോസ് പെട്ടെന്ന് തന്നെ ഇത് എൽസമ്മയെ വിളിച്ച് പറയുകയാണ്. എൻ്റെ എൽസമ്മയെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേണൽ സാബിൻ്റെ സ്വത്തുക്കളൊക്കെ ആ കൊച്ചിൻ്റെ കയ്യിലിരിക്കും. കേണൽ സാബ് അവൾക്ക് വേണ്ടി ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊച്ച് കേണൽ സാബിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അത് ഞാൻ നോക്കിക്കോളാം പൗലോസേ, നീ പേടിക്കൊന്നും വേണ്ടടാ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ച് പറഞ്ഞ് തിരിയുമ്പോൾ അലീന ബാക്ക് സൈഡിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ പൗലോസേട്ടാ, കുത്തിത്തിരിപ്പും എരിപിരിക്കേറ്റലും നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് എനിക്കെതിരെ പൗലോസേട്ടൻ ഈ കളികളെല്ലാം കളിക്കുന്നത്? എന്ത് ആവശ്യകതയുണ്ട് എന്ന് ചോദിക്കുന്നു. പൗലോസേട്ടനെ ഞാൻ കുറ്റം പറയുന്നത് കൊണ്ടാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് പൗലോസേട്ടനോട് യാതൊരു വിരോധമോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അതായത് പൗലോസേട്ടൻ ചെയ്യുന്ന കള്ളത്തരങ്ങളോടാണ് എനിക്ക് വിരോധം. കള്ളത്തരം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്ന് അലീന പൗലോസിനോട് പറയുകയാണ്. പൗലോസേട്ടൻ കള്ളത്തരം പറയാതെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പൗലോസേട്ടനോട് യാതൊരു ശത്രുതയും ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ ഇനി ആവർത്തിക്കില്ല, എന്നോട് ഈ തവണത്തേക്ക് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, പൗലോസേട്ടന് ഒരവസരം കൂടി തരികയാണ്, ഇനിയും തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നു.
ഇവിടെ പൗലോസ് വിളിച്ചു പറഞ്ഞതോടുകൂടി ആരുടെ റീത്തയുടെ സമനില തെറ്റുകയാണ്. റീത്തയ്ക്ക് സ്വത്തും പണവും ഒക്കെ ഭയങ്കരമായ ആർത്തിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞതോടുകൂടി തന്നെ റീത്തയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ എൽസമ്മയെ വിളിക്കുകയാണ്. എൻ്റെ എൽസമ്മേ, നിൻ്റെ ധ്യാനം കഴിയാറായില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്ന് വേഗം ധ്യാനം നിർത്തിയിട്ട് വരാനായിട്ട് നോക്ക്, അതുതന്നെയാണ് നല്ലത്. ഇനിയും ധ്യാനവും ഇതൊക്കെ പറഞ്ഞ് അവിടെ നിന്നാൽ ഇവിടെ എല്ലാം നിനക്ക് കൈവിട്ട് പോകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. എൻ്റെ ചേച്ചി, അതിന് മാത്രം അവിടെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നീ ചിലപ്പോൾ ഞെട്ടിപ്പോകുമെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ റീത്ത വലുതായിട്ടൊന്നും ആരോട് നമ്മുടെ എൽസമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൽസമ്മയാണെങ്കിൽ നേരിൻ്റെ മാർഗത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ റീത്തയുടെ കൂടെ കൂടുന്നതോടാണ് എൽസമ്മ നേരിൽ നിന്നും ചതിയിലേക്കും വഞ്ചനയിലേക്കുമൊക്കെ പോയത്. എൽസമ്മയുടെ മനസ്സിൽ നന്മയുണ്ട് എന്ന് ആർക്കറിയാം? സ്റ്റാലിനും അറിയാം. അത് ജീവിതത്തിൽ ജീവിച്ചപ്പോൾ സ്റ്റാൻലി തിരിച്ചറിഞ്ഞതാണ്. ഒടുവിൽ എൽസമ്മയുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്താനായിട്ട് സ്റ്റാലിനെ മനഃപൂർവ്വം നിർബന്ധിക്കുകയാണ് റീത്ത. കാരണം റീത്ത നല്ല രീതിയിൽ എൽസമ്മയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുകയാണ്. ഒടുവിൽ എൽസമ്മ സ്റ്റാലിനെ കാണുകയാണ്, സ്റ്റാലിനോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മകളെന്നവളെ എന്തായാലും പുറത്താക്കിയേ മതിയാവുകയുള്ളൂ എന്ന്. അപ്പോൾ സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരു കാരണവശാലും പുറത്താക്കില്ല എന്നും എൻ്റെ മകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നത് കാണാൻ കഴിയും. അവൾക്ക് ഇത്രയും നാൾ ആരുമുണ്ടായിരുന്നില്ല. നിൻ്റെ മക്കൾ ആണ് ഇങ്ങനെയെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ചേർത്ത് പിടിച്ചേനില്ലേ എന്ന് ചോദിക്കുന്നു. അത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളൂ എൽസമ്മേ. ഇനി എന്ത് പ്രായശ്ചിത്ത വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാമെന്നും സ്റ്റാൻലി പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീന താഴേക്ക് ഇറങ്ങി വരികയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയെ കണ്ടതും എൽസമ്മ അടുത്തേക്ക് ചെല്ലുകയാണ്. നീയാണല്ലേ സ്റ്റാൻലിയുടെ മകൾ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. എന്നോട് ക്ഷമിക്കണമെന്നും പറയുന്നു. ക്ഷമ ചോദിച്ചതും നമ്മുടെ എൽസമ്മ അലീനയോട് പതിയെ ക്ഷമിക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് ചേർത്ത് നിർത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് റീത്താമ്മ വരികയാണ്. റീത്താമ്മയുടെ ചതി പാളി എന്ന് മനസ്സിലാവുകയാണ് റീത്താമ്മയ്ക്ക്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്